ബീഹാറിലെ പാറ്റ്നയിൽ അമിത്ഷാ കഴിഞ്ഞ 3 ദിവസമായിട്ട് തമ്പടിച്ചിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, അവിടുത്തെ മൗര്യ ഹോട്ടലിലാണ് താമസം. അവിടുത്തെ സകല CCTV എന്താ പറയുക എല്ലാം പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓൾറെഡി കോൺഗ്രസ് പവൻ ഖേര ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പം അവിടുത്തെ ഹയർ പോളിങ്ങും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനിലോട്ട് അമിത്ഷായും ഈ BJP അല്ലെങ്കിൽ NDA സഖ്യവും പുറത്തോട്ട് വരുന്നത്. കാരണം ആ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് എന്താ പറയുക, ഈ ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ തന്നെ തൂത്തുവാരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. പക്ഷേ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ 122 സീറ്റുകളിലോട്ടാണ് ഈ മത്സരം വരുന്നത്. ഈ 122 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം NDA ജയിച്ച് നിൽക്കുന്ന സീറ്റുകളാണ്. അതായത് അതിൽ കൂടുതൽ സീറ്റുകളും ജയിച്ച് നിൽക്കുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിൽ നിന്ന് ഒരു 30 സീറ്റ് മറഞ്ഞു കഴിഞ്ഞാൽ 34 സീറ്റാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പേടിച്ചിരിക്കുന്ന 34 സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾ മറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഈ മഹാഗഠബന്ധന് അല്ലെങ്കിൽ NDA സഖ്യത്തിന് ബീഹാർ പോകും, അവിടുത്തെ എന്താ പറയുക ബലം പോകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ 34 സീറ്റ് ഏത് രീതിയിലും പിടിച്ചെടുക്കാൻ ഏത് തരത്തിലുള്ള ചീഞ്ഞക്കറയും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് കുറേ ആളുകളുടെ അനാലിസിസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ അനാലിസിസ് എടുത്താണ് നമ്മളും അത് സംസാരിക്കാൻ പോകുന്നത്. ഇനി അതിൽ തന്നെ ഒരു 4 പ്രധാനപ്പെട്ട മേഖലകളുണ്ട് കേട്ടോ. ആ ബീഹാറിൻ്റെ 4 ഭാഗങ്ങളായി 4 ഭാഗങ്ങളിൽ തന്നെ 19 സീറ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പം BJPക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്, NDAക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം കാണാം. ആദ്യം തന്നെ 2020 ആ സ്ഥലങ്ങളിൽ, ഞാനീ പറയാൻ പോകുന്ന സ്ഥലങ്ങളിൽ NDA നേടിയ സീറ്റുകൾ ഫസ്റ്റ് വരുന്ന പോർഷനിൽ വരുന്നത് 17 സീറ്റുകളാണ് NDA അവിടെ എടുത്തിട്ടുള്ളത്. അതായത് ചാമ്പരൻ എന്ന് പറഞ്ഞാൽ പശ്ചിമ കിഴക്ക് ഏരിയയാണ് ബീഹാറിൻ്റെ. അവിടെ ആകെ 21 സീറ്റുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ 17 സീറ്റും നേടിയിട്ടുള്ളത് NDA സർക്കാരായിരുന്നു. ആ 17 സീറ്റിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞതൊരു 6 സീറ്റെങ്കിലും അവർക്ക് എന്താ പറയുക കിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ 6 സീറ്റുകൾ തിരിച്ചെടുക്കാൻ, ബാക്കി 17 സീറ്റും ഓൾറെഡി കൺഫേംഡ് ആണ്. ഈ 6 സീറ്റ് തിരിച്ചെടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് നമ്മുടെ അമിത്ഷാജി ഉള്ളത്. അത് ഒരു സെക്ഷൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സീതാമൽഹി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സുപ്പോൾ, അരാരിയ. ഈ 3 സ്ഥലങ്ങളാണ് പിന്നെ അവിടെ ഉള്ളത്. ഈ 3 സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയ സീറ്റ് 19 സീറ്റാണ് അവിടെ. ആ 19 സീറ്റിൽ 15 സീറ്റും അന്ന് NDA സർക്കാരിനായിരുന്നു. ആ 15 സീറ്റിൽ ഇപ്പം തിരിച്ചു വരുന്ന 19 സീറ്റിൽ മിനിമം ബാലൻസ് വരുന്ന 4-5 സീറ്റുകളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം NDA സർക്കാരുള്ളത്. അത് തിരിച്ചു പോകും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് ആ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള ഏത് തരത്തിലുള്ള ഓപ്പറേഷനും അവിടെ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇപ്പം അമിത്ഷാ അവിടെ നിൽക്കുന്നതെന്നാണ് ഈ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി മൂന്നാമത് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പൂർണിയ പിന്നെ കരിഹാർ. ഈ 2 സ്ഥലങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങളിൽ 14 സീറ്റാണ് അവിടെ ആകെ ഉള്ളത് കേട്ടോ. ഈ 14 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം NDA പിടിച്ചെടുത്തത് 8 സീറ്റായിരുന്നു. 8 സീറ്റ് പിടിച്ച ആ 8 സീറ്റിൽ 2 സീറ്റുകൾ ഇപ്രാവശ്യം ഭയങ്കര പ്രതിസന്ധിയിലാണ്. അതായത് അത് തിരിച്ചു പോകും എന്നുള്ള ഒരു സർവേ റിപ്പോർട്ടുകളാണ് വന്നത്. അപ്പോൾ ആ 2 സീറ്റുകൾ പഴയതുപോലെ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഓപ്പറേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 4ാമത്തെ ഏരിയ വരുന്നത് ബഗൽപൂര്, ബാങ്ക, ജമുയി. ഈ 3 സ്ഥലങ്ങളാണ്. ഈ 3 സ്ഥലങ്ങളിൽ 16 സീറ്റുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഈ 16 സീറ്റുകളിൽ ഇപ്രാവശ്യം 12 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരെടുത്തിരുന്നത്. ആ 12 സീറ്റിൽ 6 സീറ്റ് ഇപ്രാവശ്യം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് സർവേ ബലങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം അത് തിരിച്ച് മഹാഗഠബന്ധന് പോകും എന്നുള്ള ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി 19 സീറ്റും പിന്നെ അതല്ലാണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വരുന്ന ഒരു 13-14 സീറ്റുകളും കൂടെ തിരിച്ച് പോകും, കൈവിട്ട് പോകും എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സീറ്റ് നില. അതായത് ഇപ്പോഴത്തെ പോളിങ്ങും കാര്യങ്ങളും ലിസ്റ്റും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു 30-34 സീറ്റ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭരണം പോകും. അതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തയിലോട്ട് വന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ മുസ്ലിം യാദവ വോട്ടുകളാണ്. ഈ മുസ്ലിം യാദവ ഏകീകരണമാണ് ഇപ്രാവശ്യം തേജസ്വി യാദവ്, അതായത് മഹാഗഠബന്ധൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. എന്നാൽ ആ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഇവരെടുത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് ചെയ്തത്. അതിൽ തന്നെ സീമാഞ്ചൽ മേഖലയിൽ AIMIMന് കഴിഞ്ഞ വട്ടം 5 സീറ്റുകളുണ്ട്. ആ 5 സീറ്റുകളെ തള്ളിക്കളഞ്ഞിട്ട് അതിന് പകരം അവിടെ മൊത്തം ഈ മേഖലയിൽ വരുന്ന 11 സീറ്റുകളാണ്. അപ്പോൾ ഈ 11 സീറ്റുകൾ ഈ മുസ്ലിം യാദവർ ഒന്നിച്ച് നിന്ന് ഈ 11 സീറ്റുകളും കൺഫേം ആയിട്ട് പോകാൻ പോകുന്നത്
എന്താ പറയുക, മഹാഗഠബന്ധൻ്റെ സൈഡിലോട്ട്. അപ്പോൾ നമ്മൾ മറ്റോടത്ത് കണ്ട 19 സീറ്റും പിന്നെ വരുന്ന ഈ 11 സീറ്റും തന്നെ ആകുമ്പോൾ 30 സീറ്റുകൾ അവിടെ ഓൾമോസ്റ്റ് കൺഫേം ആക്കുകയാണ് മഹാഗഠബന്ധൻ. അപ്പം ആ സീറ്റുകൾ ഏത് തരത്തിൽ തിരിച്ചു പിടിക്കാം എന്നുള്ള ചർച്ചകളും അതല്ലെങ്കിൽ അതിനുള്ള ഓപ്പറേഷൻസുമാണ് ഇപ്പം അവിടെ നമ്മുടെ അമിത്ഷാ നമ്മുടെ മൗര്യ ഹോട്ടലിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു ഒരു പക്ഷം മാത്രം കേട്ടോ. പിന്നെ അവിടെ തേജസ്വി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, തേജസ്വി യാദവ് ഇപ്രാവശ്യം കൊടുത്തത് തൊഴിലവസരങ്ങളാണ്. ഓരോ വീട്ടിലും ഒരാളെങ്കിലും സർക്കാർ ജോലിയിലൂടെ ആക്കും എന്നിട്ടുള്ള ഒരു മുദ്രാവാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അവിടുത്തെ ദളിതരെടുത്തും മുസ്ലിങ്ങളെടുത്തും യുവത്വത്തിൻ്റെ അടുത്തും ഒരുപാട് എന്താ പറയുക ഇത് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് പെനിട്രേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി നല്ല രീതിയിൽ ഇപ്രാവശ്യം NDA സർക്കാരിന് അവിടെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലെ 122 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരുന്നത് അവിടുത്തെ ജാതിപരമായിട്ട്, അതായത് കോൺഗ്രസ് ഇപ്പം NDA ഒരു യാദവനെ നിർത്തുന്നതെങ്കിൽ കോൺഗ്രസും ഒരു യാദവനെ തന്നെ നിർത്തും. അതേപോലെ NDA ഒരു ബ്രാഹ്മണനെ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പുറത്തും ബ്രാഹ്മണൻ, ഇപ്പുറത്തും ഒരു താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അതേ ജാതിക്കാരൻ. ആ രീതിയിലാണ് ഇപ്രാവശ്യം അവിടെ ഈ 122 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം ചെയ്തിട്ടുള്ളത്. അതിൽ സ്പെഷ്യലി എടുത്ത് പറയുന്നത് 32 സീറ്റുകളിൽ കംപ്ലീറ്റ് 32 സീറ്റുകളിൽ സെയിം ജാതിക്കാരെയാണ് വെച്ചിട്ടുള്ളത്. ഒരു മാറ്റവും ഇല്ലാത്ത സെയിം ജാതിക്കാരെയാണ് രണ്ട് പ്രാവശ്യത്തും വെച്ചിട്ടുള്ളത്, NDAയും ഈ പറഞ്ഞ മഹാഗഠബന്ധനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതി എന്നുള്ള ആ ഒരു സംഭവത്തിനെ ഈ തൊഴിലില്ലായ്മ മറികടന്ന്, അതായത് തേജസ്വി പറഞ്ഞിട്ടുള്ള തൊഴിൽ തരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഈ ജാതിനെ മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് സീറ്റുകളും മഹാഗഠബന്ധന് പോകും, അതായത് ഇന്ത്യ ബ്ലോക്കിനോട്ട് പോകും. അപ്പം അവിടെ എന്തുകൊണ്ടാണ്, അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ധ്രുവീകരിക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനെ അമിത്ഷാക്കുള്ളൂ. കഴിഞ്ഞ 3 ദിവസമായിട്ട് മോദിയും അമിത്ഷായും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചതിൽ എവിടെയും അവിടുത്തെ തൊഴിലില്ലായ്മയെ പറ്റിയോ അതല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥകളെ പറ്റിയോ ഒന്നുമല്ല കേട്ടോ, അവിടുത്തെ വികസനത്തിനെ പറ്റിയല്ലായിരുന്നു. നിങ്ങൾ പലവട്ടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ധ്രുവീകരണം. അതായത് പാകിസ്ഥാൻ എന്താ പറയുക, തീവ്രവാദികൾ, ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത്, ഇങ്ങനത്തെ മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ തമ്മിലടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. കാരണം ഈ പറഞ്ഞ 122 സ്ഥലത്തെ 32 സീറ്റുകൾ ഒരേ ജാതിക്കാർ മത്സരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ തൊഴിലില്ലായ്മയും അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ ഐക്യവും തകർത്ത് അതിൻ്റെ മേലെ ഈ എന്താ പറയുക വർഗീയതയും ഈ പറഞ്ഞ കാര്യങ്ങളും കൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാതിനെ തകർത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്ത്യ ഗഠബന്ധന് മഹാഗഠബന്ധന് സീറ്റ് കിട്ടും. അതല്ല അവിടെയും ഇവർ ഈ കൊടുക്കുന്ന ഈ ഡോസ് കേട്ടിട്ട് ജാതിയാണ് അവിടെ ഉയർന്നു വരുന്നതെങ്കിൽ ഈ ജാതിക്കാർ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ NDAക്കാണ് സ്ഥാനം കൂടുതൽ, ഈ 30 സീറ്റുകളിൽ ആ സ്ഥലങ്ങളിൽ. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ 10,000 രൂപ വെച്ചിട്ട് അവിടുത്തെ 1 കോടിയിലെ മേലുള്ള സ്ത്രീകൾക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപനം കുറേ പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ഒരു പൈസ അവിടെ കൊടുത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. അവിടുത്തെ ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമാണ് അവിടെയുള്ള ആളുകൾക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവായിട്ടുള്ള സ്ഥലം ഒന്ന് ഉത്തർപ്രദേശാണ്, 8,700 രൂപ പെർ മന്ത് എന്ന് പറയും. പിന്നെ ജാർഖണ്ഡിൽ വരുന്ന 9,700 രൂപ. ഇതിനേക്കാളും കുറവായിട്ട് വെറും 5,700 രൂപ മാത്രം പ്രതി മാസ വരുമാനമുള്ള ആളുകളാണ് ബീഹാറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസം അല്ലെങ്കിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ ഒരു 10,000 രൂപ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ആളുകൾക്ക് അത് വലിയൊരു കാര്യമായി തോന്നും എന്നുള്ളത് കൊണ്ടാണ് നിതീഷ് കുമാർ ആ പരിപാടി ചെയ്തതും. അത് കാരണം ഒരുപാട് വോട്ട് അവിടെ തിരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കൂട്ടത്തിലും യുവാക്കൾക്ക് ജോലി ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അതായത് കൂടുതൽ യുവാക്കളും അവിടെ പ്രവാസികളായിട്ട് നമ്മുടെ കേരളത്തിലോട്ടും മറ്റ് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലോട്ടും കർണാടകയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ആ ഒരു ഇമോഷനെ കണക്കെടുത്ത് സ്ത്രീകൾ തിരിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് അവിടെ വോട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. കാരണം മറ്റവരെക്കാളും, അതായത് വെറും ഒരു തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തിൽ വന്നൊരു 10,000 അല്ലെങ്കിൽ ഇട്ട് കാര്യമില്ല, അതിന് പകരം ഞങ്ങൾക്ക് ഒരാൾക്ക് കുടുംബത്തിൽ ജോലി വേണം, ബാക്കിയുള്ള ആളുകൾ തൊഴിൽ വേണം എന്നുള്ള ചിന്ത അവിടെ ആളുകൾക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഈ NDAക്ക് അത് ഒരു ക്രോസ് ആയിട്ട് വരാനുള്ള, വോട്ടിംഗ് ക്രോസ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഭയങ്കര അധികമാണ്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഇതിൻ്റെ ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 3% വോട്ട് മാത്രം രണ്ടാം ഘട്ടത്തിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ, 3% വോട്ട് രണ്ടാം ഘട്ടത്തിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 34-35 സീറ്റോളം മഹാഗഠബന്ധനോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു, ഫസ്റ്റ് ഘട്ടത്തിൽ ഓൾറെഡി ഇവർ മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 30 സീറ്റൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബീഹാറിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലോട്ട് വരും.
ആ 34 സീറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം അമിത്ഷാ അവിടെ ഈ ഹോട്ടലിൽ നിന്നിട്ട് പലതരം മീറ്റിങ്ങുകളും ആരൊക്കെയാണ് അവിടെ വിളിക്കുന്നത് കാണുന്നത് എന്നുള്ളത് പുറത്തോട്ട് വരുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി സീക്രട്ടാണ്. അവിടേക്ക് പോകുന്നവരും വരുന്നവരെ പോലും തിരിച്ചറിയാണ്ടും ഇനി ഭാവിയിലോട്ട് ഇതിൻ്റെ ഫൂട്ടേജസ് കിട്ടാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് CCTVകൾ മറച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 34 സീറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു ഓപ്പറേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഏറ്റവും നല്ല എന്താ പറയുക ക്രെഡിബിൾ ആയിട്ടുള്ള ചില ആളുകളുടെ നിഗമനമായിട്ട് നമ്മൾ ചില ചാനലിൽ കണ്ടത്. അതാണ് നമ്മളും ഈ ചാനലിൽ പറഞ്ഞത്. അപ്പം അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ പൈസയിലും മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചിട്ട് ഈ 34 സീറ്റുകൾ അവർക്ക് കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുന്ന 34 സീറ്റുകളിൽ എന്ത് ചീഞ്ഞ നാറിയ കളികളും കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അവിടെ ഒരു നൈറ്റ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തരണം ചെയ്യാൻ പറ്റും ഇന്ത്യ ബ്ലോക്കിനും അല്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾക്കും അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി ബൂത്ത് ഏജൻറ്റുമാർക്കൊക്കെ പറ്റും എന്ന് നമുക്ക് കണ്ടറിയാം.